പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉപ്പുമുളകിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. മാത്രമല്ല പ്രേക്ഷകർ ഏറെ പേര് കാത്തിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഉപ്പുമുളകിൻ്റെ കഴിഞ്ഞ ഷെഡ്യൂൾ തൊട്ടൊരു വലിയ മാറ്റം സംഭവിച്ചിരിക്കുകയാണ്. എന്താണ് ആ മാറ്റമെന്ന് വെച്ചാൽ ഉപ്പുമുളകിൻ്റെ റൈറ്റർ ഇപ്പോൾ മാറിയിരിക്കുകയാണ്. ഇതിൽ വളരെ വലിയ ചേഞ്ചസ് ആണ് ഇനി ഉപ്പുമുളകിൽ വരാൻ പോകുന്നത്, ഈ ഒരു റൈറ്റർ മാറിയത് കൊണ്ട് മാത്രം. ആദ്യം തന്നെ ആരായിരുന്നു റൈറ്റർ എന്ന് പറയാം. ഉപ്പുമുളകിൻ്റെ തുടക്കത്തിൽ, അതായത് സീസൺ 1 റൈറ്ററായിരുന്നു സുരേഷ് ബാബു, അതായത് ഉപ്പുമുളകിലെ ബാസി അണ്ണൻ. പിന്നീട് സീസൺ 1 കുറച്ച് എപ്പിസോഡുകൾ കഴിഞ്ഞപ്പോൾ വേറെ റൈറ്റേഴ്സിനെ പരീക്ഷിക്കുകയായിരുന്നു. അങ്ങനെ സീസൺ 1 അവസാനിച്ചു. സീസൺ 2 തുടക്കത്തിലും ബാസി അണ്ണൻ തന്നെയായിരുന്നു റൈറ്റർ. അങ്ങനെ ഓൾമോസ്റ്റ് ഒരു 230 എപ്പിസോഡുകളെല്ലാം ബാസി അണ്ണൻ തന്നെയാണ് എഴുതിയിട്ടുണ്ടായിരുന്നത് സീസൺ 2. അതിനുശേഷം തൻ്റെ സിനിമയുടെ വർക്കിൽ തിരക്കായതുകൊണ്ട് ബാസി അണ്ണന് തിരിച്ചു വരാൻ പറ്റിയില്ല. അപ്പോഴാണ് ജാക്കി എസ് കുമാർ എന്നൊരു പുതിയൊരു റൈറ്ററെ ഉപ്പുമുളകിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിനുശേഷം ഉപ്പുമുളകും വീണ്ടും സിറ്റ്കോമിലോട്ട് വന്ന അടിപൊളി എപ്പിസോഡുകൾ തന്നെയാണ് ജാക്കി എസ് കുമാർ ചേട്ടൻ ഡെലിവറി ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ സീസൺ 2 അവസാനിക്കുന്നത് വരെയും ജാക്കി എസ് കുമാർ തന്നെയായിരുന്നു ഈ ഉപ്പുമുളകിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ആയിരുന്നത്. പിന്നീട് സീസൺ 3 തുടങ്ങുമ്പോഴും തുടക്കത്തിൽ ബാസി അണ്ണൻ തന്നെയായിരുന്നു റൈറ്റർ. അതായത് കഴിഞ്ഞ ആഴ്ച വരെയും ബാസി അണ്ണൻ തന്നെയായിരുന്നു റൈറ്റർ. ഇപ്പോൾ ബാസി അണ്ണൻ ചെറിയ ലീവ് എടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ഉപ്പുമുളകിൻ്റെ റൈറ്ററായിട്ട് വീണ്ടും ജാക്കി എസ് കുമാർ വന്നിരിക്കുകയാണ്. ഇതിൽ എന്തൊക്കെ പുതിയ മാറ്റങ്ങളാണ് കൊണ്ടുവരാൻ പോകുന്നതെന്ന് വെച്ചാൽ, നമുക്ക് പഴയ ക്യാരക്ടേഴ്സിനെയൊക്കെ ഈ ഒരു ഇനി വരുന്ന എപ്പിസോഡുകളിൽ എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കും. അതായത് പോയ സീസൺ 2 തന്നെ ബാസി അണ്ണൻ റൈറ്റർ സ്ഥാനത്ത് നിന്ന് പോയ ശേഷമാണ് പഴയ കുറേ ആർട്ടിസ്റ്റുകളെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഫോർ എക്സാമ്പിൾ രമ എന്നൊരു കഥാപാത്രത്തിനെയൊക്കെ സീസൺ 2 തിരിച്ചു കൊണ്ടുവന്നത് ജാക്കി എസ് കുമാർ ചേട്ടനാണ്. അപ്പോൾ അതേപോലെ തന്നെ സീസൺ 2 ക്യാരക്ടേഴ്സിനെയും ഉപ്പുമുളകിലോട്ട് തിരിച്ചു കൊണ്ടുവരാൻ ഹൈലി ചാൻസസ് ഉണ്ട് ജാക്കി ചേട്ടൻ ഈ ഒരു ഉപ്പുമുളകും തുടർച്ചയായിട്ട് എഴുതുകയാണെങ്കിൽ. മാത്രമല്ല ജാക്കി എസ് കുമാർ ചേട്ടനാണ് സീസൺ 2 അവസാനിപ്പിച്ചത് അങ്ങനെ തന്നെ. അതായത് മുടീൻ്റെ അടുത്ത് പോകുന്നത് പോലെയും രാംകുമാർ അയ്മോദിയും ദുബായിലേക്ക് പോകുന്നത് പോലെയൊക്കെ ഇനി അവരൊക്കെ തിരിച്ചു കൊണ്ടുവരുന്നത് പോലെയും കൊണ്ടുവരാൻ ചാൻസസ് ഉണ്ട്. മുടിയൻ തിരിച്ചു വന്നാൽ ഉറപ്പായിട്ടും ഇങ്ങനത്തെ ക്യാരക്ടേഴ്സിനെയൊക്കെ ഉള്ളിലോട്ട് തിരിച്ചു കൊണ്ടുവരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അപ്പോൾ ഒരു ഉപ്പുമുളകിൽ ഈ റീസെൻ്റായിട്ട് വന്നതിലൊരു വലിയൊരു മാറ്റം തന്നെയാണ് ഈ റൈറ്ററിൽ വന്നൊരു മാറ്റം. അത് എപ്പിസോഡുകളിൽ കാണുന്നുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഉപ്പുമുളകും സീസൺ 2 ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സന്തോഷ വാർത്ത തന്നെയാണ്. അവർക്ക് സീസൺ 2 പോലത്തെ എപ്പിസോഡുകൾ ഇനി സീസൺ 3 കാണാൻ സാധിക്കും. അപ്പം നിങ്ങൾ ഇതിൽ ആരുടെ എപ്പിസോഡാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് കാണുന്നത് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതായത് ബാസി അണ്ണൻ്റെ എപ്പിസോഡുകളാണോ അതോ ജാക്കി എസ് കുമാർ ചേട്ടൻ്റെ എപ്പിസോഡുകളാണോ കൂടുതൽ ഇഷ്ടം എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഇതുപോലത്തെ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.